ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇത് സാറ്റർഡേ മോർണിംഗ് എടുത്തൊരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഓടി പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയും അതുപോലെ തന്നെ ഓടി പഠിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും. അത്ര രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ചോറിനുള്ള അരി ഇടുകയാണ് കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, അതങ്ങനെ ശീലിച്ചും പോയി. ഇന്ന് ഞാനിവിടെ കുത്തരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ പൊന്നിയരി യൂസ് ചെയ്യാറ്, എനിക്ക് മുനവണ്ണൊക്കെ അതാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ചാച്ചനും അമ്മയുള്ളത് കാരണം അവർക്ക് കുത്തരി ഇഷ്ടം. അവരൊന്നും പറയില്ല കേട്ടോ, എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. പക്ഷെ അവർ കഴിക്കുന്ന കണ്ടാൽ നമുക്കറിയാം അവർക്ക് കുത്തരിയാണ് ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് വെക്കുന്നത്. ഇപ്പം ചെറുപയർ കറി വെക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് പുട്ടും ചെറുപയറുമാണ് ഗൈസ്. പുട്ട് കഴിച്ചിട്ട് വേണം തള്ളാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇന്ന് പുട്ടാണ്. ഇന്നത്തെ ചെറുപയർ കറി ഉണ്ടല്ലോ, തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. സാധാരണ ഒരു രീതിയിൽ വലിയ ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെന്താ പറയുക, അതിനകത്ത് കുറച്ച് എന്ത് സാധനം അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയല്ലോ, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. വേവിച്ചെടുത്തിട്ട് അതിൽ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താളിച്ചിടണമെങ്കിൽ താളിക്കുന്നതിൽ എന്തൊക്കെയാണ് ഇടാറുള്ളത് അതെല്ലാം ഇട്ടിട്ട് താളിച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. മോരുകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വാഴയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു, പറമ്പിലൊരു പോലെ അധികം മൂത്തില്ല, അതങ്ങോട്ട് ഒടിഞ്ഞു വീണു. അപ്പം അതിൻ്റെ കായ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിലും ഇപ്പം ഇത് തന്നെയാണ്. ഉപ്പേരിക്ക് കായ് ഉപ്പേരി, പിന്നെ മോരുകറി, അത് ഇത് എല്ലാം ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഈ ഓടി പഠിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? രാവിലെ മനോട്ടും ജിമ്മിൽ പോകും കേട്ടോ. അപ്പോൾ ജിമ്മിൽ പോകുമ്പം ആ പാലും കുപ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാലും കുപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ വെക്കും. അല്ലെങ്കിൽ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ അത് ഓടിപ്പോയി വെക്കണ്ടേ. അതാകുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു, മനോട്ട് കൊണ്ടുവച്ചു, നമ്മുടെ പണി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഞാൻ എന്തോരം ഓടിയാല കിടന്നിട്ടില്ലേ. മനോട്ട് മിക്ക ദിവസവും ജിമ്മിൽ പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കൊന്നും പോകാൻ പറ്റാറില്ല, ഓരോരോ ആവശ്യങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോയി തുടങ്ങി. ഇനി വരണമെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയണം കേട്ടോ. അതിനുള്ളിൽ ഇവിടുത്തെ സകല പരിപാടിയും കഴിയും. എനിക്ക് പോകാറാകുമ്പോഴത്തേക്ക് വരുള്ളൂ. ഇന്നിച്ചിരി നേരത്തെ കേട്ടോ പോകാൻ ഇറങ്ങിയത് ജിമ്മിലേക്ക്. വീണ്ടും ഞാൻ ഓടി പഠിച്ച അടുക്കളയിലോട്ട് തന്നെ കുറച്ച് പണികൾ തീർക്കാറുണ്ട്. നമ്മുടെ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടോ. എനിക്കത് ശീലമാണ് രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നത്. അപ്പോഴത്തേക്കും ചെറുപയറൊക്കെ വെന്തിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനുള്ള പൊടി നനച്ച് വെക്കുകയാണ് കേട്ടോ. വീട്ടിൽ തന്നെ അരി പൊടിപ്പിച്ചതാണ്. നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ച് വെച്ചതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉപ്പിട്ടിട്ടില്ല എന്ന്. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്താണ്, അതിട്ടിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത്. പിന്നെ ഇത് ചെറുപയർ കറിക്കുള്ള ജീരകവും തേങ്ങയാണ് കേട്ടോ. തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ കടുകും കൂടെ വറുത്തിടുകയാണ് ചെയ്യുക. നമ്മൾ താളിച്ചിടില്ലേ, കറിവേപ്പിലയും വറ്റൽമുളകും കടുകും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കണേ. പിന്നെ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മോരുകറിയും കൂടെ ഇതേപോലെ തന്നെ തേങ്ങ അരച്ച് തന്നെയാണ് ഇന്ന് മോരുകറി വെക്കുന്നത്. ഞാൻ പല രീതിയിൽ വെക്കും കേട്ടോ. ഇവിടെ എങ്ങനെ മോരുകറി വെച്ചാലും ചിലവാകും. എല്ലാവർക്കും മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മോരുകറി വെക്കാറുണ്ട് കേട്ടോ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് യൂസ് ചെയ്യുന്നത്. പാല് വാങ്ങിക്കുന്നുണ്ട്, എന്നാലും മിൽക്കി മിസ്റ്റിൻ്റെ തൈരാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാം. നല്ല അധികം പുളിയൊന്നും ഇല്ലാത്ത. എൻ്റെ മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാട്ടോ, എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോരുകറി ഉണ്ടാക്കാറുണ്ട്. വലിയ പുളിയുള്ള മോര് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ കറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമുക്ക് കറി ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണല്ലോ. ബാക്കി കറിയൊക്കെ അമ്മ വെച്ചോളൂ കേട്ടോ. ഇന്ന് ബാക്കി കറി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, കാരണം എനിക്ക് സമയമില്ല. കുറച്ച് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ ഒന്ന്. അത് കാരണം ഞാൻ കുറച്ച് പുട്ടും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ബാക്കിയുള്ള പുട്ടൊക്കെ അതിനുള്ളിൽ അമ്മ ആക്കിക്കോളും. ഞാനെല്ലാം നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനൊന്നും എക്സാം ഇല്ലാത്ത കാരണം അവന് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. പിന്നെ ഒന്ന് ഒതുക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാട്ടോ, നോക്കി മേഘം എന്ത് ഭംഗിയായിട്ടാണ് ആകാശം നിൽക്കുന്നത് കണ്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നതിൻ്റെ ആ വെളിച്ചാണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തെങ്കിലും നമ്മൾ ഫോണിൽ കാണുന്നതിനേക്കാളും കളറും ഭംഗിയായിരുന്നു നേരിട്ട് കാണാനേ. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ സമയം പോകാൻ തുടങ്ങിയെന്ന്. പിന്നെ ഞാൻ ലോട്ടായിരുന്നു കേട്ടോ, വേഗം പോയി റെഡി ആയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോഴത്തേക്കും മനുവായിട്ടും വരും എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ വേഗം ഓടി ചാടി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ പോവുകയാണ്, ഞാൻ ലേറ്റായിട്ട്. അങ്ങനെ വളരെ പെട്ടെന്നുള്ള എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ചോറ് എടുക്കും. ഞാൻ ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ ചോറ് കൊണ്ടുവരും. ചോറും അച്ചാറും മോരുകറിയും മാത്രമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കിതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. എനിക്കങ്ങനെ നോൺ വെജ് വേണം അല്ലെങ്കിൽ വേറെ കുറേ കറികൾ വേണമെന്നൊന്നുമില്ല. പിന്നെ ഇവർക്കുള്ള കറികളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ല അമ്മ ഉണ്ടാക്കും. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ലാവിഷായിട്ട് കഴിക്കുകയും ചെയ്യാം.
പിന്നെ ഞാൻ കുറച്ച് പുട്ടും എടുത്തിട്ടുണ്ട്. പുട്ട് കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ല, കുറച്ച് നേരത്തെയാണ്, അതുകൊണ്ട് ഈ സമയത്ത് കഴിച്ചാലും ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് പുട്ടും കുറച്ച് ചെറുപയർ കറിയും എടുത്തിട്ടുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ എല്ലാം പെറുക്കി കിട്ടി വലിയ ചാക്ക് പോലെയാക്കി ഞാൻ അതുകൊണ്ട് പോവുകയാണ് കേട്ടോ ഡ്യൂട്ടിക്ക്. ഇനി ഞാൻ സാധാരണ ബസ്സിലാണ് പോകാറ്, ഇടയ്ക്ക് മനോൻ്റെ കൂടെ പോവും. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ മാറി ഇനി അടുത്ത പണിയിലോട്ട് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ബൈ.